തിരുവനന്തപുരം നഗരസഭയിൽ യുഡിഎഫിന്റെ സ്ഥിതി ദയനീയമാണ്. ആകെ 10 അംഗങ്ങൾ മാത്രമാണ് അവർക്കുള്ളത്. പ്രധാന പ്രതിപക്ഷം ബിജെപിയാണ്. ഒരു കാലത്ത് തിരുവനന്തപുരം നഗരസഭയിൽ ശക്തമായ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരുന്ന യുഡിഎഫ് കഴിഞ്ഞ തവണ തകർന്നടിയുന്ന കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ നഗരസഭ പിടിക്കാൻ ബിജെപി മുന്നൊരുക്കങ്ങൾ തുടങ്ങി. സിപിഎമ്മും തങ്ങളുടേതായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുമ്പോൾ വമ്പൻ സ്ഥാനാർത്ഥി നിരയുമായി എത്താനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. പി സി വിഷ്ണുനാഥിനാണ്, എഐസിസി അംഗം പി സി വിഷ്ണുനാഥിനാണ് തിരുവനന്തപുരത്തെ നഗരസഭയിലെ തെരഞ്ഞെടുപ്പിന്റെ ചുമതല. വമ്പൻ സ്ഥാനാർത്ഥി നിര, അതായത് നിയമസഭയിൽ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികളെ കോർപ്പറേഷനിലേക്ക് ഇറക്കി മത്സരിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു. 10ലേറെ മുതിർന്ന സ്ഥാനാർത്ഥികൾ തിരുവനന്തപുരം നഗരസഭയിൽ മത്സരിക്കും എന്ന് ഉറപ്പായി. അവരിൽ പ്രധാനമായും മത്സരിക്കുന്നത്, അല്ലെങ്കിൽ മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കെ എസ് ശബരിനാഥനാണ്. കെ എസ് ശബരിനാഥൻ കോൺഗ്രസിന്റെ പരിചിത മുഖമാണ്. യുവാക്കളുടെ ഹരമാണ്, യുവാക്കളുടെ ആവേശം കൊള്ളിക്കുന്ന നേതാവാണ്. അദ്ദേഹമാണ് മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. മറ്റൊന്ന് എം.എ. വാഹിദാണ്, തിരുവനന്തപുരത്തെ കരുത്തനായ കോൺഗ്രസ് നേതാവ്. അദ്ദേഹം മുമ്പ് കഴക്കൂട്ടം MLA ആയിരുന്നു 2 തവണ. അദ്ദേഹമാണ് മറ്റൊരാൾ ശരത്ചന്ദ്ര പ്രസാദാണ്. തിരുവനന്തപുരം നഗരത്തിന് സുപരിചിതനായ ശരത്ചന്ദ്ര പ്രസാദ്. അദ്ദേഹം KPCC വൈസ് പ്രസിഡന്റായിരുന്നു മുമ്പ്. മറ്റൊന്ന് ഗായത്രി ആർ നായരാണ്, തിരുവനന്തപുരത്തെ സുപരിചിതയായ മറ്റൊരു വ്യക്തിത്വം, മഹിളാ കോൺഗ്രസിന്റെ മുഖം എന്നിങ്ങനെ പോകുന്നു ഗായത്രി ആർ നായർ. ഇവരൊക്കെ മത്സരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടുന്ന വാർത്ത. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ശക്തമായ മത്സരം തന്നെ തിരുവനന്തപുരം നഗരസഭയിൽ കാഴ്ചവെക്കും എന്നുള്ളത് ഉറപ്പാണ്. ബിജെപിയും മുതിർന്ന നേതാക്കളെ ഇറക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. ബിജെപി മുതിർന്ന നേതാക്കളെ ഇറക്കുമ്പോൾ കോൺഗ്രസും മുതിർന്ന നേതാക്കളെ ഇറക്കിക്കൊണ്ട് ശക്തമായ ഒരു മത്സരം തന്നെ തിരുവനന്തപുരത്ത് നടത്താൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. വളരെ ദയനീയമാണ് തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ സ്ഥിതി ഇപ്പോൾ. ആകെ 10 പേർ മാത്രമാണ് നഗരസഭയിലുള്ളത്. ബിജെപിക്ക് 34 പേരുണ്ട്, LDFന് 51 പേരുണ്ട്. 10 പേർ മാത്രമായി നഗരസഭയിലേക്ക് ചുരുങ്ങിയത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയുണ്ടാക്കി. ഈ സാഹചര്യത്തിലാണ് ശക്തമായ നീക്കം നടത്തുന്നത് കോൺഗ്രസ്. കെ എസ് ശബരിനാഥൻ മേയർ സ്ഥാനാർത്ഥിയായി എത്തും എന്നത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ശക്തമായ ഒരു ത്രികോണ മത്സരത്തിന് തിരുവനന്തപുരം നഗരസഭ സാക്ഷിയാണ്. കെ എസ് ശബരിനാഥനും M.A. വാഹിദും ശരത്ചന്ദ്ര പ്രസാദും ഗായത്രി ആർ നായരും ഒക്കെ ശക്തമായ ജനസൗധീനമുള്ള നേതാക്കളാണ്. അവരൊക്കെ മത്സര രംഗത്ത് ഇറങ്ങുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരാവേശമുണ്ടാകും എന്നത് ഉറപ്പാണ്. കഴിഞ്ഞ തവണത്തെ പോലെ ദയനീയമായ പ്രകടനം കാഴ്ചവെക്കാൻ ഇനി കോൺഗ്രസ് തയ്യാറല്ല എന്നുള്ളതും ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെയാണ് അവർ ശക്തരായ നേതാക്കളെ ഇറക്കിയിരിക്കുന്നത്. ശബരിനാഥനെ പോലെയുള്ള, വാഹിദിനെ പോലെയുള്ള, ശരത്ചന്ദ്ര പ്രസാദിനെ പോലെയുള്ള, ഗായത്രി ആർ നായരെ പോലെയുള്ള ശക്തരായ നേതാക്കൾ.